ഹലോ ഗൈസ്, അപ്പോൾ ഇന്നാണ് കേട്ടോ നമ്മുടെ മധുരം വെപ്പ് ചടങ്ങ്. അപ്പോൾ അതിനായിട്ട് ഞങ്ങളെല്ലാവരും റെഡി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓട്ടോയിലാണ് നമ്മൾ പോകുന്നത്. സാവിച്ചേട്ടൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ജോലി സ്ഥലത്ത് നേരിട്ട് വരികയാണ് ചെയ്യുക. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സമ്മതത്തിൻ്റെ തലേദിവസമാണ് ഈ ചടങ്ങ് ചെയ്യാറ്. പക്ഷെ നമ്മൾ തലേൻ്റെ തലേദിവസമാണ് കേട്ടോ ഇത് ചെയ്യണത്. ഇതിപ്പോൾ മനസ്സമ്മതവും മധുരം വെപ്പും എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാനിത് അപ്ലോഡ് ചെയ്യണത്. ശരിക്കും മെയ് 25-ാം തീയതിയാണ് മധുരം വെപ്പ് നടന്നത്. 27-ാം തീയതി ആയിരുന്നു മനസ്സമ്മതം. നമുക്ക് മനസ്സമ്മതത്തിൻ്റെ വീഡിയോസൊക്കെ പാട്ടായിട്ട് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് ഇടാനായിട്ട് കുറച്ചധികം ഡിലേ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. പിള്ളേഴ്സിന് 2 പേർക്കും നമ്മൾ ഒരേപോലെ ഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ലൂക്കാണെങ്കിൽ മുണ്ടെടുക്കാൻ സമ്മതിക്കണേ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ മുണ്ടെടുപ്പിക്കും, അവൻ വലിച്ചൂരി കരയും, അങ്ങനെയായിരുന്നു. പക്ഷേ വാശി പിടിപ്പിക്കേണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങൾ പിന്നെ പാൻറ്റിനെ ഇടിയിപ്പിച്ചു. ഞാനും കുട്ടും ഒരേപോലെ തന്നെയായിരുന്നു സെറ്റും മുണ്ടും ബ്ലൗസൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ലൈറ്റ്സൊക്കെ ഓണാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പരിപാടികൾ ചെയ്യാനുണ്ട്. കിച്ചണിൽ മധുരം വെപ്പിൻ്റെ കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ കിച്ചണിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ തണ്ണിമത്തനിലേക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത് മാതള നാരങ്ങ പൊളിച്ചതാണ് കേട്ടോ. ഈ തണ്ണിമത്തൻ ഇത്ര ഭംഗിയായി അലങ്കരിച്ചത്, ഇങ്ങനെ കട്ട് ചെയ്ത് അലങ്കരിച്ചത് കുട്ടുവാണ് കേട്ടോ. അവൾക്ക് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതിനുള്ള ക്ഷമയുണ്ട്. പക്ഷേ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ കുത്തിയിരുന്ന് ചെയ്യാനുള്ള ക്ഷമ എനിക്കില്ല ഗൈസ്. അത് കാരണം ഞാനിതിൽ അധികം ഇടപെടാറില്ല. എനിക്ക് ചെയ്ത് തരുമ്പോൾ ഞാനത് ചെയ്യും, അത്രയേ ഉള്ളൂ. അങ്ങനെ മാതള നാരങ്ങയൊക്കെ പൊളിച്ചിട്ടു, പിന്നെ കൽക്കണ്ടം പൊളിച്ചിട്ടു. ഇനി ലഡ്ഡുമണികൾ നമ്മൾ വെക്കുന്നുണ്ട്, അത് ഇനി ഇടാനായിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ ചടങ്ങെന്ന് പറയുന്നത് മധുരം കൊടുക്കലാണല്ലോ. അപ്പോൾ അത് സെറ്റാക്കണം. പിന്നെ ചന്ദനം ചാർത്തലിന് വേണ്ടിയിട്ട് ചന്ദനം മിക്സ് ചെയ്യണം. അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഈ ചന്ദനം മിക്സ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി ടാസ്ക്കാണ് ഗൈസ്. കാരണം അതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയില്ലെങ്കിൽ നമ്മൾ മുഖത്ത് തേക്കുമ്പോഴേക്കും ഇങ്ങനെ ഒലിച്ചിറങ്ങും. അപ്പോൾ ഞാൻ സൂക്ഷിച്ചിട്ടാണ് ഇതിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്യേണ്ടായിരുന്നത്. അപ്പോഴേക്കും പിന്നെ സാവിച്ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മധുരം കൊടുക്കാനുള്ള പ്ലേറ്റ് സാവിച്ചേട്ടൻ അവിടെ റെഡിയാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെയാണ് നമ്മുടെ ചന്തം ചാർത്തലിന് വെക്കുന്ന ഐറ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ തണ്ണിമത്തൻ, ലഡ്ഡു മണികൾ, ചന്ദനം, കൽക്കണ്ടം, പിന്നെ പഞ്ചസാര, അത് മധുരം കൊടുക്കാനായിട്ട്. അപ്പം നമ്മുടെ പിള്ളേർ മുകളിൽ നല്ല കളിയിലാണ്. അവർക്ക് 2 ബലൂൺ കിട്ടിയിട്ടുണ്ട്. അത് കാരണം അവർ ഒന്നും ഇണ്ടാണ്ട് പോയിരുന്ന് കളിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ ഫംഗ്ഷനൊക്കെ തുടങ്ങാറായിട്ടുണ്ട്. അപ്പോൾ ഇനി അധികം നേരം നമ്മൾ അവരെ അവിടെ നിർത്തുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ടാസ്ക്കാണ് ഗൈസ്. ചിലപ്പോൾ ഉന്തും തള്ളും അടിയും ബഹളമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനേക്കാളും ഭേദം അവരെ താഴ്ത്തിക്ക് ഇറക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ പരിപാടിക്ക് വേണ്ടി ഓൾ സെറ്റാണ് ഗൈസ്. നമ്മുടെ അറേഞ്ച്മെൻറ്റ്സൊക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റേജ് ഇങ്ങനെയായിരുന്നു കേട്ടോ. സിമ്പിൾ സ്റ്റേജായിരുന്നു, വളരെ വളരെ സിമ്പിൾ സ്റ്റേജായിരുന്നു. പക്ഷെ കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. അങ്ങനത്തെ കല്യാണ പെണ്ണ് അവിടെ ഫോട്ടോഷൂട്ടിൻ്റെ തിരക്കിലാണ്. പിന്നെ നമുക്ക് ഗാനമേള ഉണ്ടായിരുന്നു. അപ്പോൾ പാട്ടും അവിടെ സൈഡിൽ കൂടെ അവർ പാടിയോണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും സെറ്റായിട്ടുണ്ട്. പിന്നെ സ്റ്റേജിൽ ടേബിളിൽ കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മുടെ കല്യാണ പെണ്ണിൻ്റെ അനിയനാണ്. അപ്പോൾ അവന് ഒരു സർപ്രൈസ് ഉണ്ട് ഗൈസ്. കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങളത് വെയിറ്റ് ചെയ്യൂ കേട്ടോ. കാരണം അവൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവൻ പ്രതീക്ഷിച്ചില്ലെങ്കിൽ അങ്ങനെ ഒരു സർപ്രൈസ് കൊടുക്കുന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് വഴിയെ വീഡിയോയിൽ കാണാം. അങ്ങനത്തെ ചെക്കൻ്റെ ഫാമിലിയൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്തിയ പാടെ തന്നെ അവർക്ക് വെള്ളമൊക്കെ കൊടുത്തു കഴിഞ്ഞ് നമ്മളെല്ലാവരും ചേർന്ന് പ്രാർത്ഥന എത്തിക്കുകയാണ് കേട്ടോ. ഇനി ചെക്കൻ്റെയും പെണ്ണിൻ്റെയും സ്റ്റേജിലേക്ക് എൻട്രി അങ്ങനെ പേപ്പനും മാമിയും ചേർന്ന് ചെക്കനെയും പെണ്ണിനെയും സ്റ്റേജിൽ ഇരുത്താണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മധുരവെപ്പിൻ്റെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ പേപ്പൻ, മേമ, അനീറ്റ, അനുമോദ്, ഇങ്ങനെയാണ് ഇവരുടെ ഫാമിലി. അപ്പോൾ ഇതിലേക്ക് പുതിയൊരു ആളും കൂടി വന്നു ചേരാണ്. ജിജോ എന്നാണ് നമ്മുടെ ചെക്കൻ്റെ പേര്. അപ്പോൾ നമുക്കിനി ചടങ്ങിലേക്ക് കിടക്കാം. ചെക്കന് മധുരം കൊടുക്കട്ടെ, ചെക്കന് മധുരം കൊടുക്കട്ടെ, ചെക്കന് മധുരം കൊടുക്കട്ടെ.
അങ്ങനെ പേപ്പൻ 2 പേർക്കും മധുരം കൊടുത്തു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മെയിനായിട്ടുള്ള മധുരവെപ്പ് ചടങ്ങെന്ന് പറയുന്നത്. ഇനി മാമിയും അനുമോനും കൂടിയിട്ട് മധുരം കൊടുക്കും, അതേപോലെ ചന്ദൻ ചാർത്തും. അതിന് പിന്നാലെ പിന്നെ ഓരോരുത്തരും വന്ന് മധുരം കൊടുക്കലും ഫോട്ടോ എടുക്കലൊക്കെ ആവും. അങ്ങനെയാണ് നമ്മുടെ അടുത്ത ചടങ്ങ്. അപ്പോൾ സ്റ്റേജിലത്തെ ചടങ്ങ് ഇനിയിപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞാൽ അത് അവസാനിക്കും. അപ്പോൾ അതേ 2 പേർക്കും ബ്രൈഡ് ടു ബീയും ഗ്രൂം ടു ബീയും ഈ എന്താ പറയുക ബാൻഡോ എന്താ അത് ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അത് ഇടണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ പറഞ്ഞു അത് ഇടണം വേണം, കാരണം കല്യാണമൊക്കെ ഒരു പ്രാവശ്യമല്ലേ ഉള്ളൂ, അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് ആഘോഷിക്കണ്ടേന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ സമ്മതിച്ചു. അങ്ങനത്തെ ഇപ്പോൾ ഓരോരുത്തരും അങ്ങനെ ചന്ദനം തേച്ചൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. നമ്മുടെ എല്ലാ പരിപാടികളും ഭയങ്കര ഭംഗിയായിട്ട് ഭയങ്കര സ്മൂത്തായിട്ട് നടന്നു കേട്ടോ. എല്ലാവർക്കും ഭയങ്കര സന്തോഷമുണ്ട്. ഞങ്ങൾ കസിൻസൊക്കെ ആണെങ്കിൽ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ചെക്കൻ്റെ ഫാമിലി എന്ന് പറയുന്നത്. അമ്മ, 2 അനിയത്തിമാർ, 2 അളിയന്മാർ, പിന്നെ ഒരു കുഞ്ഞ് ഉണ്ണിവാവ. അപ്പോൾ അവർ ചെക്കൻ്റെ ഫാമിലിയും സ്റ്റേജിൽ കയറി ബ്രൈഡിനും ഗ്രൂമിനും മധുരമൊക്കെ കൊടുത്ത് ചന്തൊക്കെ ചാർത്തി അവരുടെ കൂടെ ഫോട്ടോ ഒക്കെ ഒന്ന് എടുത്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ സ്റ്റേജിലത്തെ ഫംഗ്ഷൻ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ചെക്കൻ്റെ മൂത്തളിയൻ, അത് കഴിഞ്ഞ പെങ്ങൾ, പിന്നെ 2ാമത്തെ അളിയൻ, പെങ്ങൾ, അങ്ങനെ എല്ലാവരും ഓരോരുത്തരും വഴിയായി വന്ന് മധുരം കൊടുത്ത് ചന്ദൻ ചാർത്തി പോവും. ഇതിൻ്റെ ഇടയിൽ ഇവർ 2 പേർക്കും ഒരു വലിയ കുറവ് ഞങ്ങൾ കണ്ടു ഗൈസ്. നമ്മുടെ ബ്രൈഡ് ടു ബീഡിയും ഗ്രൂം ടു ബീഡിയും ഓരോ ആക്സസറീസ് ഉണ്ടല്ലോ, അതുപോലെ എന്താ കിരീടം, കണ്ണട, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഇല്ലേ. അപ്പോൾ അതൊക്കെ ഇടാനായിട്ട് ഞങ്ങളവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഇടാനായിട്ട് മറന്നുപോയി. അപ്പോൾ ഞങ്ങൾ ഇത് കഴിഞ്ഞപാടെ തന്നെ ഞങ്ങളത് അവർക്ക് ഇടാനായിട്ട് കൊടുത്തു. ഇടില്ല എന്നൊക്കെ പറഞ്ഞു, പക്ഷേ നടന്നില്ല ഗൈസ്. ഫോട്ടോഗ്രാഫേഴ്സ് നിർബന്ധിച്ച് അവരെ കൊണ്ട് ഇടിപ്പിച്ചു. എന്നിട്ട് അവരെ കൊണ്ട് കേക്ക് കട്ട് ചെയ്യിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ 2 പേരും ഭയങ്കര സന്തോഷത്തോടു കൂടി കേക്ക് കട്ട് ചെയ്ത് അവരുടെ സന്തോഷം അവർ പങ്കിട്ടു ഗൈസ്. അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഓരോ ഫാമിലി ആയിട്ട് സ്റ്റേജിൽ കയറി ഫോട്ടോ എടുക്കലൊക്കെ തുടങ്ങി. അപ്പം ഞങ്ങളും കയറി ഗൈസ് ഫോട്ടോ എടുക്കാനായിട്ട്. ഇനിയാണ് നമ്മുടെ സർപ്രൈസ് ആയിട്ടുള്ള ബർത്ത്ഡേ സെലിബ്രേഷൻ. വലിയ കാര്യമായിട്ടുള്ളതൊന്നുമല്ല, എന്നാലും ഒരു ചെറിയൊരു കേക്ക് കട്ടിങ് അതൊരു സന്തോഷമാണല്ലോ. ഡാൻസ് ഉണ്ടായിരുന്നു ഗൈസ്. പക്ഷേ നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ള കാരണം ഫുൾ പാട്ട് വെച്ചിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം ഞാൻ ലാസ്റ്റ് പോർഷൻ മാത്രം ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറേ പേരിൽ തുടങ്ങിയ ഡാൻസ് ലാസ്റ്റ് ഞങ്ങൾ 2 പേരായിട്ട് കളിച്ച് അവസാനിപ്പിക്കേണ്ടി വന്നു. അങ്ങനെ പിള്ളേഴ്സിനൊക്കെ ഫുഡൊക്കെ കൊടുത്ത് ഏകദേശം എല്ലാവരും കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ചെക്കനും പെണ്ണൊക്കെ അപ്പുറത്തിരുന്ന് കഴിക്കുന്നുണ്ട്. നമ്മുടെ ഫംഗ്ഷൻ ഏകദേശം തീർന്നിട്ടുണ്ട്. നമ്മുടെ പരിപാടിയെല്ലാം നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ മധുരവെപ്പ് ചടങ്ങ് എല്ലാവരും ഭയങ്കര ക്ഷീണത്തിലാണ് കേട്ടോ. ഡാൻസ് കളിച്ചതിൻ്റെയും ഓരോ കാര്യങ്ങൾ എല്ലാവർക്കും ഓരോ ഡ്യൂട്ടികളൊക്കെ ഉണ്ടായിരുന്നു ചെയ്യാനായിട്ട്. അങ്ങനെ എല്ലാവരും കട്ടിക്ക് സപ്പോർട്ടായി നിന്നപ്പോൾ നമ്മുടെ പരിപാടി ഉഷാറായി. അങ്ങനെ നമ്മുടെ പിള്ളേഴ്സിനൊക്കെ നമ്മൾ ഡ്രസ്സ് മാറ്റിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റേജുകാരൊക്കെ കസാരയും കാര്യങ്ങളൊക്കെ ഒതുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി ഉള്ളത് സമ്മതമാണ്. അപ്പോൾ സമ്മതത്തിൻ്റെ വീഡിയോ ഓരോ പാർട്ടായിട്ട് ഇടുന്നതായിരിക്കും. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.